Hello, good evening, everybody. Good evening, sir. Good evening, sir. ആദ്യമേ തന്നെ ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. അതിന് നിങ്ങളെ സഹായിച്ച, നിങ്ങൾക്ക് മാർഗദർശനം നൽകിയ നിങ്ങളുടെ മാതാപിതാക്കൾ, അധ്യാപകർ, ഇവരോടുമുള്ള അനുമോദനങ്ങൾ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എന്നാൽ അത്ര നല്ല വിജയം നേടാത്ത വിദ്യാർത്ഥികളും നിങ്ങളുടെ ഇടയിലുണ്ട്. അവർ വിഷമിക്കേണ്ടതില്ല. കാരണം ഉയർന്ന മാർക്ക് വാങ്ങിയവരും അല്ലാത്തവരും ഓർക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച മാർക്കല്ല. പിന്നെയോ, ഇനി മുതൽ നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസത്തോടെ, ലക്ഷ്യബോധത്തോടെ ഭാവിയിലേക്ക് ഒരുങ്ങുന്നു, എന്തുമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു എന്നതായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ അടിസ്ഥാനശില, നിങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമായ ഘടകം. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്ന തീരുമാനം. ഏത് കോഴ്സിന് ഏത് സ്ഥാപനത്തിൽ ചേരുന്നു എന്നുള്ളത് വളരെ ആലോചിച്ച് ശ്രദ്ധാപൂർവം എടുക്കേണ്ട ഒരു തീരുമാനമാണിത്. എങ്ങനെയാണ് ആ തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടത്? നാം ഓർക്കേണ്ടത്, നമുക്കെല്ലാം പ്രവർത്തിക്കുവാൻ അനുയോജ്യമായ മേഖലയുണ്ട്. എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. നമുക്കിണങ്ങിയ, നമുക്ക് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട മേഖല ഏതെന്ന് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഏത് മേഖലയിലാണ് നാം ജോലി ചെയ്യേണ്ടത്? നമ്മൾക്ക് ഏറ്റവും സംതൃപ്തിയും സന്തോഷവും നൽകുന്ന മേഖല ഏതാണോ അതാണ് ജീവിതത്തിൻ്റെ നിയോഗമായി നാം തിരഞ്ഞെടുക്കേണ്ടത്. സർവീസ് സെക്ടറോ, സോഫ്റ്റ്വെയർ മേഖലയോ, ആതുര ശുശ്രൂഷയോ, അധ്യാപനമോ എന്തുമാകട്ടെ, നിങ്ങളുടെ മനസ്സിനിണങ്ങിയ തൊഴിൽ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇൻ ഇന്ത്യ there is a huge shortage of employable professionals. അതായത് കസേരകൾ നിരവധിയുണ്ട്. അതിലിരിക്കാൻ യോഗ്യരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ് കസേരയിലിരിക്കാൻ യോഗ്യരായവർ? എംപ്ലോയബിൾ ആയ ആളുകൾ, അവരാണ്. ചില പ്രത്യേക കഴിവുകൾ ആർജിച്ചവർ. ആ കഴിവുകളെ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, മോട്ടിവേഷൻ തുടങ്ങിയവ. നിങ്ങൾക്ക് വിഷയത്തിലുള്ള അറിവ് മാത്രമല്ല, ഇങ്ങനെയുള്ള അറിവുകൾ കൂടി, കഴിവുകൾ കൂടി ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ യുവതലമുറയ്ക്ക് നിരവധി അവസരങ്ങൾ അവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ശരി. ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ചൈനീസ് പ്രോഡക്ട്സിൻ്റെ ബഹിഷ്കരണം, ഇന്ത്യയിലേക്ക് കൂടുതൽ കമ്പനികൾ കടന്നു വരുന്നത്, ഇതിലൊക്കെ ഇന്ത്യ ഒരു ഇമേർജിങ് ഇക്കോണമി ആണെന്നത്. ഇതെല്ലാം വരും വർഷങ്ങളിൽ അനേക അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ യുവജനങ്ങൾക്ക് കൊണ്ടുവരും. ഒരു തൊഴിൽ മറ്റൊന്നതിനേക്കാൾ മോശമോ ചെറുതോ ആണെന്ന് കരുതരുത്. എല്ലാ മേഖലകളും അതിൻ്റേതായ കടമ നിർവഹിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം സുഗമമാകുന്നത്. അതുകൊണ്ട് മറ്റൊരു തൊഴിലിനെക്കുറിച്ചോ മറ്റൊരാളുടെ തൊഴിലിനെക്കുറിച്ചോ ആലോചിച്ചല്ല നിങ്ങൾക്കിണങ്ങിയ പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കേണ്ടത്. എപ്രകാരമാണ് നിങ്ങളുടെ പ്രവർത്തന മേഖല, തൊഴിൽ മേഖല തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങളെ തന്നെ മനസ്സിലാക്കണം. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? എന്താണ് എൻ്റെ ഉള്ളിലെ അഭിനിവേശം? എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്? എൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ജീവിത മൂല്യങ്ങൾ എന്തൊക്കെയാണ്?
എന്തൊക്കെ അവസരങ്ങൾ ലഭ്യമാണ്, എന്താണ് ഭാവി സാധ്യതകൾ, അടുത്ത 5 വർഷത്തിന് ശേഷം, അടുത്ത 10 വർഷത്തിന് ശേഷം ഞാൻ എവിടെയായിരിക്കണം? ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്താണ് കഴിവുകൾ, സ്കിൽസ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, നേതൃപാടവം, ഇതൊക്കെ വളർത്തിയെടുക്കാവുന്നതുമാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ ശ്രദ്ധിക്കുക. ചിലർ യാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും, മറ്റു ചിലർ പ്രവർത്തന നിരതരായിരിക്കും. നിങ്ങളുടെ മൂല്യങ്ങൾ, ചിലർക്ക് പണക്കാരനാകണം, മറ്റു ചിലർക്ക് ചിലരെ സഹായിക്കണം. നിങ്ങളുടെ വ്യക്തിത്വം, ചിലർ അന്തർമുഖരായിരിക്കും, ചിലർ സംസാരിക്കാൻ മടിയുള്ളവരായിരിക്കും. സംസാരിക്കാൻ മടിയുള്ള ഒരാൾക്ക് ഒരുപക്ഷെ സെയിൽസ് എക്സിക്യൂട്ടീവായി വിജയിക്കാൻ സാധിക്കണമെന്നില്ല. ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യണം, മറ്റു ചിലർക്ക് നാട്ടിൽ തന്നെ പണിയെടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, കൗൺസിലേഴ്സ്, ഇവരുടെയൊക്കെ സഹായവും ഉപദേശവും വളരെ പ്രാധാന്യമുള്ളതാണിത്. ഈ അഭിപ്രായങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ സ്വന്തം മേഖലയെക്കുറിച്ചും പഠിക്കേണ്ട വിഷയത്തെക്കുറിച്ചും നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം. ഒരിക്കൽ ഒരു മാതാവ്, അവരൊരു ഡോക്ടറാണ്, എന്നോട് പറഞ്ഞു, മകളെ പ്രൊഫഷണൽ കോഴ്സിൽ നിർബന്ധിച്ച് വിട്ടത് വലിയ അബദ്ധമായി പോയി. അവൾ പഠിച്ചില്ല, വർഷങ്ങൾ പലതും നഷ്ടപ്പെടുത്തി. അവൾക്കിപ്പോൾ BA ഹിസ്റ്ററി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതുപോലെ തെറ്റായ കോഴ്സിൽ ചേർന്ന് വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയ എത്രയോ വിദ്യാർത്ഥികളെ എനിക്കറിയാം. സ്വയം മനസ്സിലാക്കലും കൂടിയാലോചനകളും കുറേ നല്ല വഴികൾ നമുക്ക് കാട്ടിത്തരും. അതിൽ നിന്ന് ഏറ്റവും ഉചിതമായത്, ഉത്തമമായത് തിരഞ്ഞെടുക്കുക. ചില പ്രധാനപ്പെട്ട പ്രൊഫഷൻസ് സ്ക്രീനിൽ കാണാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് IAS, IPS ആൻഡ് അലൈഡ് സർവീസസ്. ഞാൻ പ്രിൻസിപ്പലായിരുന്ന മർത്തമ കോളേജിൽ ഒരു വർഷം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളിൽ 30 പേർ സിവിൽ സർവീസ് എക്സാമിനേഷൻസ് ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് എന്നോട് പറഞ്ഞു. അതായത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻസിനെ കുറിച്ച് വളരെ അവബോധമുണ്ട്. ആർക്കാണ് സിവിൽ സർവീസസ് എക്സാമിനേഷൻ പാസ്സാകാൻ കഴിയുക? ആരാണ് IAS കാരനാകുന്നത്? ഏറ്റവും ബുദ്ധിമാനാണോ? ഏറ്റവും ഓർമ്മശക്തിയുള്ള ആളാണോ? അതോ ഏറ്റവും മാർക്ക് വാങ്ങിയ ആളാണോ? ഇവരൊന്നുമല്ല. പിന്നെയോ സിവിൽ സർവീസസ് നേടാനാകുമെന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ആ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് IAS കാരായി മാറുന്നത്. വിശ്വാസം, ആത്മവിശ്വാസം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കും. എനിക്ക് സാധിക്കുമെന്ന ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കും. വിജയം നിങ്ങളുടേതാകും. ഇത് ഏത് ലക്ഷ്യത്തിലും എത്തിച്ചേരുവാൻ നിങ്ങളെ പര്യാപ്തരാക്കും. വേറെയും പരീക്ഷകളുണ്ട്. UPSC നടത്തുന്ന പരീക്ഷകൾ, എഞ്ചിനീയറിംഗ് സർവീസസ് എക്സാമിനേഷൻ, ഇക്കണോമിക് സർവീസ് എക്സാമിനേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസ് എക്സാമിനേഷൻ തുടങ്ങി പലതും. സംസ്ഥാന PSC സർക്കാർ ജോലി ലഭ്യമാക്കാനുള്ള പരീക്ഷകൾ നടത്തുന്നു. ഗവൺമെൻറ് ജോലി വളരെ ആകർഷകമാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനേഷൻ നടത്തുന്നു കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കായി. ഓരോ വർഷവും ബാങ്കിംഗ് മേഖല 10,000 ഒഴിവുകൾ നികത്തുവാനുള്ള പരീക്ഷ നടത്തുന്നു. മെഡിക്കൽ, പാരാമെഡിക്കൽ, ഹെൽത്ത് കെയർ മേഖല പടർന്നു പിടിച്ച മഹാമാരി ആരോഗ്യ മേഖലയുടെ അപര്യാപ്തതയെ ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അതിനാൽ വിദേശങ്ങളിൽ ഉൾപ്പെടെ
നിരവധി അവസരങ്ങൾ ഈ മേഖലയിലുണ്ട്. ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാങ്കേതിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. IT സോഫ്റ്റ്വെയർ മേഖല പൂർവാധികം ശക്തിയോടെ വളർന്നേ മതിയാകൂ. അതുകൊണ്ട് എൻജിനീയേഴ്സിന് എണ്ണിയാൽ തീരാത്ത അവസരങ്ങളാണുള്ളത്. പബ്ലിക്, പ്രൈവറ്റ് സെക്ടർ തുടങ്ങിയ വിവിധ മേഖലകളിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ, റെയിൽവേ അപ്രന്റീസ്ഷിപ്പ് എക്സാമിനേഷൻ, ഇത് രണ്ടും +2 അടിസ്ഥാന യോഗ്യതയുള്ളവർക്കുള്ള പരീക്ഷയാണ്. ഡിഫൻസ് സർവീസിൽ ഓഫീസറാകാൻ താല്പര്യമുള്ളവർക്ക് NDA എക്സാമിനേഷൻ നല്ല മാർഗമാണ്. ഇപ്പോൾ സ്ത്രീകൾക്കും പെർമനൻറ്റ് കമ്മീഷൻ ഡിഫൻസ് സർവീസിൽ നൽകുന്നു. അല്പം ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള വനിതകൾക്ക് ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കാം. COVID-19 പാൻഡമിക് ലോകത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. യാത്രാവിലക്കുകൾ, വീട്ടിലിരുന്ന് ജോലി ചെയ്യൽ, ഓൺലൈൻ പഠനം, ഇതെല്ലാം രോഗം പടർന്നതിൻ്റെ പരിണിത ഫലമാണ്. മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തും പഠിക്കാനുള്ള സാധ്യതകളെ ഇത് വലിയൊരളവിൽ ഇല്ലാതാക്കി. അമേരിക്കൻ സർവകലാശാലകളിൽ 10 ലക്ഷം വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. മികച്ച വിദ്യാഭ്യാസം, നല്ല തൊഴിൽ, പറ്റുമെങ്കിൽ വിദേശ കുടിയേറ്റം, ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. റഷ്യ, ചൈന, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മറ്റുമായി അനേക വിദ്യാർത്ഥികൾ പോയിരുന്നു. ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ വലിയ പട്ടണങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി നമ്മുടെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തിരുന്നു. കോവിഡ് പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള, ദൂരസ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷനായുള്ള തിരക്ക് കുറയും. ഇത് റൂറൽ കോളേജുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. വിദ്യാർത്ഥികളും മാതാപിതാക്കളും മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അടുത്തുള്ള കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നു. ഇത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കും? നമുക്കറിയാം, സിറ്റി കോളേജുകളിൽ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികളെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് മുഖേന പല വലിയ കമ്പനികളും സെലക്ട് ചെയ്തിരുന്നു. എന്നാൽ COVID-19 മുമ്പ് തന്നെ പല തൊഴിൽ ദാതാക്കളും ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചിരുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് കൂടുതൽ വ്യാപകമാകുന്നു. ഏത് കോളേജിൽ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും കഴിവ് തെളിയിക്കുവാണെങ്കിൽ നല്ല ജോലി ലഭിക്കുവാനുള്ള സുവർണ അവസരമാണ് ഇതൊരുക്കുന്നത്. TCS, ഇൻഫോസിസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളെല്ലാം ഓൺലൈൻ സെലക്ഷൻ നടത്തുന്ന കമ്പനികളാണ്. ഇനി പ്രധാനപ്പെട്ട പഠന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ, പാരാമെഡിക്കൽ, ആർട്സ്, സയൻസ്, കൊമേഴ്സ്, ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ, ലോ. +2 ശേഷം എന്താണ് എന്നതാണ് നമ്മുടെ വിഷയം. പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് വിവരിക്കാം. BA ഡിഗ്രി. നിരവധി വിഷയങ്ങളിൽ BA ഡിഗ്രി കോഴ്സുകൾ അവൈലബിളാണ്. ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഹിന്ദി അധ്യാപകരുടെ ഒഴിവിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള അപേക്ഷകരില്ലായിരുന്നു. ഹിസ്റ്ററിയിൽ സ്ഥിര നിയമനത്തിന് വിദ്യാർത്ഥികളെ അഭിമുഖം നടത്തിയെങ്കിലും പ്രതീക്ഷിച്ച നിലവാരത്തിൽ ആരും എത്താഞ്ഞതിനാൽ നിയമനം നടന്നില്ല. ഏത് കോഴ്സും നല്ലതാണ് നിങ്ങൾക്ക് മികവ് പുലർത്താനായെങ്കിൽ. BA ഡിഗ്രി വൊക്കേഷണൽ കണ്ടൻറ്റ് ചേർത്ത് നിരവധി കോഴ്സുകൾ അവൈലബിളാണ്. സോഷ്യൽ വർക്ക്,
മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, ട്രാവൽ ആൻഡ് ടൂറിസം. മറ്റൊരു കോഴ്സ് ഞാൻ കാണിച്ചിരിക്കുന്ന ഫാഷൻ ടെക്നോളജി കേരളത്തിൽ നടത്തുന്ന കോഴ്സാണ്. ബാച്ചിലർ ഓഫ് ഡിസൈൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, കൊല്ലത്ത്. ഇതുപോലെ നിരവധി കോഴ്സുകൾ വൊക്കേഷണൽ കണ്ടൻറ്റ് കൂടി ചേർത്ത് BAയിൽ ലഭ്യമാണ്. BA ഡിഗ്രി എടുക്കുന്നവർക്ക് സോഷ്യൽ വർക്കറായി, കണ്ടൻറ് റൈറ്ററായി, ഇക്കണോമിസ്റ്റായി നിരവധി അവസരങ്ങൾ ലഭ്യമാണ്. ഗവൺമെൻറ്റിലും പ്രൈവറ്റ് സെക്ടറിലും ബിരുദം അടിസ്ഥാന യോഗ്യതയായ ജോലിക്ക് അപേക്ഷിക്കാം. അധ്യാപകനാകാൻ, ഗവേഷകനാകാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപകരിക്കും. കൊമേഴ്സ് പഠിച്ചവർക്ക് അവസരങ്ങൾ വളരെയുണ്ട്. BCom, BBA, BBM. അതുതന്നെ പല സ്പെഷ്യലൈസേഷൻസ് അവൈലബിളാണ്. CA, ICWA, കമ്പനി സെക്രട്ടറി തുടങ്ങിയ കോഴ്സുകൾക്കും കൊമേഴ്സ്യൽ സ്ട്രീമിൽ പഠിച്ചവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വൊക്കേഷണൽ കണ്ടൻറ്റ് ചേർത്ത് പല കൊമേഴ്സ് കോഴ്സുകളും BCom കോഴ്സുകളും ലഭ്യമാണ്. BCom വിത്ത് ടാക്സേഷൻ, BCom വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റംസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കോഴ്സുകൾ അവൈലബിളാണ്. BCom, BBA ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞവർക്ക് മാർക്കറ്റിംഗ്, അക്കൗണ്ടൻറ്റ്, ഓഡിറ്റർ, ആക്ച്വറി അനലിസ്റ്റ്, ഫിനാൻസ് മാനേജർ തുടങ്ങി നിരവധി തൊഴിലവസരങ്ങളുണ്ട്. ഹയർ സ്റ്റഡീസിന് പോകാം. MCom, MBA തുടങ്ങിയ കോഴ്സുകൾ ജോയിൻ ചെയ്യാം. വീണ്ടും ഏതൊക്കെ തൊഴിലുകളാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളാണ് എന്നുള്ളത് പറയുവാണ്. ആക്ച്വറി അനലിസ്റ്റ്, ബാങ്കർ, അക്കൗണ്ടൻറ്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഇക്കണോമിക്സ്റ്റ്, ഇക്വിറ്റി റിസർച്ച് അനലിസ്റ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് ഡീലർ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ, സ്റ്റോക്ക് ബ്രോക്കർ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് തുടങ്ങി അവസരങ്ങൾ അനവധിയാണ്. BBA കഴിഞ്ഞ് MBAക്ക് പോകാം. നിങ്ങൾക്കറിയാം, MBAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകളിലാണ്. IITകൾ MBA കോഴ്സ് നടത്തുന്നുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ MBA കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനും പല വിഷയങ്ങൾ BBAക്ക് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് പഠിക്കാം. ഇവിടെ പലതും ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. റീറ്റെയിൽ മാനേജർ, സെയിൽസ് മാർക്കറ്റിംഗ് മാനേജർ, ടെക്നിക്കൽ മാനേജർ തുടങ്ങി പല സ്പെഷ്യലൈസേഷൻസ് നമുക്ക് അവൈലബിളാണ്. +2-ന് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അടിസ്ഥാന വിഷയമായി പഠിച്ചവർക്ക് ഐസറിലേക്കുള്ള അഡ്മിഷന് വേണ്ടി ശ്രമിക്കാം. സയൻസ് ഗ്രൂപ്പിൽ ചേർന്നാൽ റിസർച്ച് വരെ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. റിസർച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങത്തക്ക രീതിയിൽ ആ കോഴ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. BSc കോഴ്സുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങി നമുക്ക് വളരെ സാധാരണമായ വിഷയങ്ങളിൽ ഉണ്ട്. അതുകൂടാതെ വിഷ്വൽ മീഡിയ, അനിമേഷൻ, ജിയോളജി, ഓപ്പറേഷൻ റിസർച്ച് തുടങ്ങി പല മേഖലകളിലും BSc കോഴ്സ് അവൈലബിളാണ്. +2-ന് ബയോളജി പഠിച്ചവർക്ക് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, സുവോളജി, ബോട്ടണി, ബയോടെക്നോളജി, ഹോർട്ടിക്കൾച്ചർ, മറൈൻ സയൻസ് ഇങ്ങനെ നിരവധി കോഴ്സുകൾ അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ബയോളജിക്കൽ സയൻസ് പഠിച്ചവർക്ക് അഗ്രികൾച്ചറിസ്റ്റ്, ബയോകെമിസ്റ്റ്, ബയോടെക്നോളജിസ്റ്റ് ഇങ്ങനെ പല മേഖലകൾ അവർക്കായി തുറന്നു കിടപ്പുണ്ട്. ഞാനീ പറഞ്ഞ കോഴ്സുകളെല്ലാം ഹയർ സ്റ്റഡീസിന് പോകാൻ, ഗവേഷണം നടത്തുവാൻ, അധ്യാപകരാകാൻ, ബേസിക് ഡിഗ്രി ക്വാളിഫിക്കേഷനായ ഏത് തൊഴിലും അപേക്ഷിക്കുവാൻ, അതിനൊക്കെ ഈ ഡിഗ്രി കോഴ്സുകൾ ധാരാളം മതിയാകും. അടുത്തത് മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകൾ. ലോകമെമ്പാടും രോഗം പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ്, ആശുപത്രി സൗകര്യങ്ങളുടെ കുറവ് ഇവ പരക്കെ അനുഭവപ്പെട്ടു. വികസിത രാജ്യങ്ങൾ പോലും പ്രയാസപ്പെടുന്നത് നാം കണ്ടു. അതുകൊണ്ട് ഈ മേഖലയിൽ അവസരങ്ങൾ കൂടുകയാണ്. MBBS, ആയുർവേദം, ഹോമിയോ, യുനാനി, BDS, നഴ്സിംഗ്, ഫാർമസി തുടങ്ങിയ ഒട്ടനവധി അവസരങ്ങൾ ലഭ്യമാണ്. ലോകമെമ്പാടും നേഴ്സസിൻ്റെ കുറവ് അനുഭവപ്പെടുന്നു. ബയോളജി സ്ട്രീം പഠിച്ചവർക്ക് ഈ കോഴ്സുകൾക്കായി ശ്രമിക്കാവുന്നതാണ്.
നിങ്ങൾക്കറിയാവുന്നതുപോലെ MBBSൻ്റെ അഡ്മിഷൻ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന നീറ്റ് എക്സാമിനേഷൻ ആസ്പദമാക്കിയാണ്. COVID-19 പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷയിലും അനിശ്ചിതത്വമുണ്ട് എന്നോർക്കുക. ഇന്ത്യയിലാകെ 542 മെഡിക്കൽ കോളേജുകളുണ്ട്. 77,000-ഓളം മെഡിക്കൽ സീറ്റുകളുണ്ട്. അതിൽ 41,000 സീറ്റുകൾ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് സീറ്റുകളാണ്. മറ്റ് ചില മെഡിക്കൽ കോഴ്സുകളിലൂടെ പറഞ്ഞിരിക്കുന്നു. റേഡിയോഗ്രാഫേഴ്സ്, ലബോറട്ടറി ടെക്നീഷ്യൻസ്, സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് കോഴ്സ്. ഹെൽത്ത് കെയറിലെ ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ന്യൂട്രീഷനിസ്റ്റ്, ഇങ്ങനെയുള്ള പല കോഴ്സുകളും ലഭ്യമാണ്. ഇനി ഹോം സയൻസ് കോഴ്സുകൾ ശ്രദ്ധിക്കുക. ഹോം സയൻസ്, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, ഫാമിലി മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള പല കോഴ്സുകൾ ഈ വിഭാഗത്തിൽ ലഭ്യമാണ്. ജോലി ലഭിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ കൂടുതൽ അറിവ് പകർന്നു നൽകുന്ന കോഴ്സുകളാണ് ഈ കോഴ്സുകൾ എന്ന് ഓർക്കുക. അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിപ്ലോമ കോഴ്സിന് ചേരാം. ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, പ്രൈമറി ടീച്ചേഴ്സാകാൻ, നഴ്സറി ടീച്ചേഴ്സാകാൻ 2 വർഷത്തെ ദൈർഘ്യമുള്ള ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. BEd കോഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ചേരാം. അത് 2 വർഷത്തെ ദൈർഘ്യമാണ്. നിങ്ങൾക്കറിയാം, BEd കോഴ്സ് 4 വർഷമാകാൻ പോവുകയാണ് പുതിയ എഡ്യൂക്കേഷണൽ പോളിസി അനുസരിച്ച്. അപ്പോൾ അതിനോടൊപ്പം, എഡ്യൂക്കേഷനോടൊപ്പം മറ്റ് ചില വിഷയങ്ങൾ കൂടെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. അധ്യാപക ജോലി ഏറ്റവും മഹനീയമായ ഒരു ജോലിയായിട്ട് പരക്കെ കരുതപ്പെടുന്നു എന്നോർത്തിരിക്കുക. ഹോട്ടൽ ഇൻഡസ്ട്രി, ഹോട്ടൽ മാനേജ്മെൻറ്റ്, കേറ്ററിംഗ്, ന്യൂട്രീഷൻ, പല തരത്തിലുള്ള കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ ഇതിൽ ലഭ്യമാണ്. 3 വർഷ കോഴ്സുകളാണ്. +2-ന് 50% മാർക്ക് വാങ്ങിച്ചവർക്കാണ് ഈ കോഴ്സുകളിൽ സാധാരണഗതിയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ചില ടാലൻറ്റ് ബേസ്ഡ് കോഴ്സുകളുണ്ട്. അത് പ്രത്യേകിച്ച് ചില മേഖലകളിലേക്കത് സ്പെഷ്യലൈസ് ചെയ്യുന്നു. പാട്ടുകാരനാകാൻ, കൊറിയോഗ്രാഫറാകാൻ, മേക്കപ്പ് ആർട്ടിസ്റ്റാകാൻ, ഇങ്ങനെയുള്ള ചില കോഴ്സുകളും കരിയേഴ്സും അത് ലഭ്യമാണ് എന്നോർക്കുക. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതിനുവേണ്ടി കോഴ്സുകളും ചില പ്രത്യേക കോളേജുകളുമുണ്ട്. ഫിലിം റിലേറ്റഡ് കോഴ്സസ്, എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള കോഴ്സുകൾ, ഡയറക്ഷൻ, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അത് താല്പര്യമുള്ളവർക്ക്, അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുകയും അവരുടെ മേഖലയായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ അവൈലബിൾ ആയിട്ടുള്ള ചില ജോലികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എയർ ഹോസ്റ്റസ്, ഹോട്ടൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പല തൊഴിലുകൾ, ട്രാവൽ ആൻഡ് ടൂറിസം പ്രൊഫഷണൽ, ഇങ്ങനെയുള്ള പല അവസരങ്ങൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ലഭ്യമാണെന്ന് ഓർക്കുക. ഈ പോളിടെക്നിക് കോഴ്സ്, അത് 3 വർഷ കോഴ്സാണ്. +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചവർക്കാണ്. നമ്മുടെ സാധാരണയായിട്ടുള്ള ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾ കൂടാതെ മറ്റ് ചില കോഴ്സുകളും പ്രത്യേക മേഖലകളിൽ അവൈലബിളാണ്. ഇതിൽ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും അവൈലബിളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അതിന് ജോയിൻ ചെയ്യാം. എൻജിനീയറിംഗ് ഡിഗ്രി, ഒരുപാട് മേഖലകളിൽ സ്പെഷ്യലൈസേഷൻ അവൈലബിളാണ്. നമുക്ക് സാധാരണ അറിയാവുന്ന പോലെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ കോഴ്സുകളും മറ്റനവധി കോഴ്സുകളും എൻജിനീയറിങ്ങിൽ ലഭ്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ഒരു പുതിയ മേഖലയാണ്. പല ബ്രാഞ്ചിലും പഠിക്കുന്നവർ ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് ജോലിക്കായിട്ട് ആ മേഖല തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പല ഡിവിഷൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സുണ്ട്, മറ്റ് നെറ്റ്വർക്ക് എൻജിനീയേഴ്സുണ്ട്. ഇങ്ങനെ പല മേഖലയിൽ അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ട്. ആർക്കിടെക്ചർ BArch ഉണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാം. നിങ്ങൾക്ക് സ്വയം
തൊഴിൽ ചെയ്യുവാനോ സ്വയം തൊഴിൽ ചെയ്യുവാനോ അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിട്ട് മറ്റുള്ളവരുടെ കീഴിൽ പ്രൊഫഷണൽസായിട്ട് വർക്ക് ചെയ്യാനോ സാധിക്കും. എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നമുക്കറിയാവുന്ന നിരവധി കോഴ്സുകളുണ്ട്. ഒരിക്കൽ കൂടി അത് ഇവിടെ പ്രസ്താവിക്കുന്നു. വിവിധ കോഴ്സുകൾ, സ്പെഷ്യലൈസ് ചെയ്യാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നു. നേവൽ ആർക്കിടെക്ചറുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറുണ്ട്, മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള പല കോഴ്സുകൾ നമ്മുടെ സാധാരണ കോഴ്സുകൾക്ക് പുറമേ അവൈലബിളാണ്. എഞ്ചിനീയറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് IITകൾ, NITകൾ ഇവയാണ്. അവിടുത്തെ അഡ്മിഷൻ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മുഖേനയാണ് ലഭിക്കുന്നത്. 2 ഘട്ടമായിട്ട് ഇതിൻ്റെ പരീക്ഷ നടത്തപ്പെടുന്നു. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നത് കീം എൻട്രൻസ് എക്സാമിനേഷനിൽ കൂടിയാണ്. +2-ന് 50% മാർക്ക് വാങ്ങിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. മാത്തമാറ്റിക്സ് കമ്പൽസറിയാണ്. മാത്രമല്ല കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 15% സീറ്റുകൾ NRI കോട്ടയിൽ റിസർവ് ചെയ്തിരിക്കുന്നു. കീം എക്സാമിനേഷൻ എഴുതാൻ സാധിക്കാതെ പോയവർക്ക് NRI കോട്ടയിൽ ശ്രമിക്കാവുന്നതാണ്. ഇനി എൻ്റെ കോളേജിനെ കുറിച്ചുകൂടി പറയേണ്ടതുണ്ട്. മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കായംകുളം. ഇവിടെ ലഭ്യമായ കോഴ്സുകൾ ഇമേർജിംഗ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, കൂടാതെ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എന്നീ ഡിഗ്രി കോഴ്സുകളും. PG കോഴ്സുകളായിട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, സിഗ്നൽ പ്രോസസ്സിംഗ്, മെഷീൻ ഡിസൈൻ പ്രൊഡക്ഷൻ തുടങ്ങിയ കോഴ്സുകൾ യഥാക്രമം സിവിൽ, കമ്മ്യൂണിക്കേഷൻസ്, മെക്കാനിക്കൽ എന്നീ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത കൂടി ഞാൻ പറയേണ്ടതുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം മാനേജ്മെൻറ്റ് ഫീസുകൾ ഗവൺമെൻറ് മെറിറ്റ് ഫീസിന് തുല്യമായിരിക്കണം എന്ന് കോളേജിൻ്റെ ചെയർമാൻ ശ്രീ ഗോപാലൻ പ്രത്യേക താൽപ്പര്യപ്രകാരം നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് ഗവൺമെൻറ് മെറിറ്റ് ഫീസ് മാത്രം മതി ഈ വർഷം മാനേജ്മെൻറ്റ് സീറ്റിലും അഡ്മിഷൻ കരസ്ഥമാക്കാൻ. കൂടാതെ NRI സീറ്റ്സ് അവൈലബിളാണ്. കോളേജിൻ്റെ മറ്റ് പ്രത്യേകതകൾ ഞാൻ പറയുന്നു. വെൽ മോണിറ്റേർഡ് അക്കാഡമിക് കണ്ടൻറ് ഡെലിവറി, നല്ല രീതിയിൽ അധ്യാപകർ പ്രിപ്പയർ ചെയ്തു എന്നുറപ്പ് വരുത്തിയിട്ട് മാത്രമേ അധ്യാപകർക്ക് ക്ലാസ്സിൽ പോകുവാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ. മാത്രമല്ല ഓരോ വിദ്യാർത്ഥിയെയും പ്രത്യേകമായി വ്യക്തിപരമായി ശ്രദ്ധിക്കുവാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾ ചേരുന്നതിൻ്റെ അന്ന് മുതൽ ഡേ 1 മുതൽ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ക്രമീകരണം കോളേജിലുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. കോളേജിന് വളരെ മികച്ച ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഉണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് BTech കോഴ്സിനെ കുറിച്ച് പറയാം. മനുഷ്യനെ പോലെ കമ്പ്യൂട്ടറും മെഷീൻസും പ്രവർത്തിക്കാൻ സജ്ജമാകണം. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ പ്രത്യേകത അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയും വളരുകയും ചെയ്യുക എന്നതാണ്. ഇത് കമ്പ്യൂട്ടറും ചെയ്യണം, മെഷീൻസും ചെയ്യണം. ഫോട്ടോ എടുക്കാനും ഫോൺ വിളിക്കാനും നിർദ്ദേശിച്ചാൽ അനുസരിക്കുന്ന ഐഫോണിലെ സിറിയും ആൻഡ്രോയിഡ് ഫോണിലെ ഗൂഗിൾ അസിസ്റ്റൻറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉദാഹരണമാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് പലതെഴുതി കാണിക്കുമല്ലോ. സെർച്ച് എഞ്ചിനിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇത് ചെയ്യുന്നത്. ഈ മേഖലയിൽ അടുത്ത 3 വർഷം തൊഴിലവസരങ്ങൾ ഇരട്ടിയാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. കമ്പ്യൂട്ടർ സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഫീൽഡിൽ റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ അനാലിസിസ് തുടങ്ങിയ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. കോളേജിൽ 30 സീറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് ഹൈക്കോടതിയുടെ അവസാന വിധിക്ക് വിധേയമായിരിക്കും. സിവിൽ എഞ്ചിനീയറിംഗ് വീട് നിർമ്മിക്കാനും റോഡ് പണിയാനും പാലം നിർമ്മിക്കാനും ഡാം കെട്ടാനും സിവിൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്. ലോകത്തിൻ്റെ സുസ്ഥിര നിലനിൽപ്പിനും വളർച്ചയ്ക്കും വികസനത്തിനും സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണ്.
പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ വർക്ക്, PWD, സെൻട്രൽ PWD, ഇറിഗേഷൻ, പൊല്യൂഷൻ കൺട്രോൾ, സ്ട്രക്ചറൽ ഡിസൈനിങ്, ഡ്രാഫ്റ്റിംഗ് ജോബ്സ്, സർവേയിങ്, ഇവിടെയൊക്കെ എല്ലാ മേഖലകളിലും സിവിൽ എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് കാറുകളുടെ യുഗമാണ് വരാൻ പോകുന്നത്. നിലവിലുള്ള കാർ കമ്പനികൾ പോലും ഇലക്ട്രിക് കാറുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ ഊർജത്തിൻ്റെ കാലമാണ്. സോളാർ എനർജി ഉദാഹരണം. അതുകൊണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് നല്ല കാലമാണ് വരാൻ പോകുന്നത്. അവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ട്. IOC, NTPC, KSEB, കെൽട്രോൺ തുടങ്ങിയ സ്ഥാപനങ്ങളിലെല്ലാം തൊഴിൽ ലഭ്യമാണ്. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, പവർ ജനറേഷൻ, പ്രോഡക്റ്റ് ഡിസൈൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ആളുകളാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. കാറ് നിർമ്മിക്കാൻ, മറ്റ് പ്രൊഡക്ഷൻ നടത്തുവാൻ ഇതിനൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ നിരവധി ആവശ്യമുണ്ട്. പ്രധാനമായിട്ടും ജോലി നൽകുന്നത് ടാറ്റ ഗ്രൂപ്പ്, L&T, മഹീന്ദ്ര, പബ്ലിക് സെക്ടേഴ്സ്, പ്രൈവറ്റ് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് ഇവരൊക്കെയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു മേഖലയാണ്. ഫോൺ കമ്പനികളെയും മൊബൈൽ ഫോൺ കമ്പനികളെയും കൺസ്യൂമർ പ്രോഡക്ട്സിൻ്റെ കമ്പനികളെയും പ്രോത്സാഹിപ്പിക്കുകയും സബ്സിഡി നൽകുകയും അവർക്ക് പ്രത്യേകമായ സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുവാൻ ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുക്കുന്നു. കാരണം ഈ വ്യവസായങ്ങളുടെയൊക്കെ ഒരു ഹബ്ബായിട്ട് ഇന്ത്യയെ അടുത്ത വർഷങ്ങളിൽ മാറ്റിയെടുക്കണമെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അവസരങ്ങൾ വരും വർഷങ്ങളിൽ വളരെയധികം വർദ്ധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എനിക്ക് ചിപ്പ് ലെവൽ ഹാർഡ്വെയർ, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, VLSI, എംബഡഡ് സിസ്റ്റം, ഇങ്ങനെ പല മേഖലകളിൽ ഇവർക്ക് ജോലി ചെയ്യാവുന്നതാണ്. ഇനി പൊതുവെ ആരാണ് അല്ലെങ്കിൽ ആർക്കാണ് എൻജിനീയറിംഗ് കോഴ്സ് പറ്റിയത്? ആരാണ് ഈ കോഴ്സിന് ചേരേണ്ടത്? ഇതിന് ചേരേണ്ടത് അല്പം മാത്തമാറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ ബേസ് ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കാം എന്ന ചിന്ത ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് പറ്റിയ കോഴ്സാണ് എൻജിനീയറിംഗ്. എൻജിനീയറിംഗ് പഠിച്ചാൽ അതേ മേഖലയിൽ തന്നെ ജോലി ചെയ്യാം. എന്നാൽ ജോലി മാറി ചെയ്യുകയും ചെയ്യാം. കാരണം ഏത് ബ്രാഞ്ച് പഠിച്ചവരെയും IT മേഖലയ്ക്ക് ആവശ്യമുണ്ട്. നല്ല സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സായിട്ട് നിങ്ങൾക്ക് മാറാം. ഇനി ഒരു ഫേമിന് നിങ്ങൾ സമർത്ഥനാണെന്ന് തോന്നിയാൽ, നിങ്ങളെ അവർക്ക് അനിവാര്യനാണ് എന്ന് തോന്നിയാൽ സ്വപ്നതുല്യമായ സാലറി അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യും. അതായത് ഹൈ ഏണിംഗ് പൊട്ടൻഷ്യലുള്ള മേഖലയാണ് എൻജിനീയറിംഗ് പഠനം. ഇന്നൊവേറ്റീവായിട്ടുള്ള ആളുകൾ, ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ, അവർക്ക് ഉയർന്നു വരുവാൻ അനവധി അവസരങ്ങൾ ഈ മേഖലയിലുണ്ട്. സ്ഥാപനങ്ങളുടെ നേതൃനിരയിൽ, മാനേജീരിയൽ പോസ്റ്റിൽ ഒക്കെ എത്തുന്നത് എൻജിനീയേഴ്സാണ്. ഡിഗ്രി ബേസിക് റിക്വയർമെൻറ്റായ ഏത് ജോലിയും എൻജിനീയേഴ്സിന് സാധ്യമാണ്. അതുകൊണ്ട് PSC, UPSC, ബാങ്ക് ടെസ്റ്റുകൾ, ഈ മേഖലകളിലെല്ലാം എൻജിനീയേഴ്സിനൊരു എഡ്ജ് അപേക്ഷിച്ചാൽ അവർക്ക് ഒരു പ്രാമുഖ്യം ലഭിക്കും. കാരണം എൻജിനീയറിംഗ് കോഴ്സ് കഴിയുന്നതോടെ ചില പ്രത്യേക കഴിവുകൾ നിങ്ങളറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്യപ്പെടും. ലോജിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് തുടങ്ങി പലതും. ലബോറട്ടറിയിൽ നിങ്ങൾ എക്സ്പെരിമെൻ്റ് നടത്തി ഒരു റിസൾട്ടിലേക്ക് എത്തും. ചില മെഷർമെൻറ്റ്സ് എടുക്കും. വളരെ പ്രിസൈസായിട്ട് അതിൻ്റെ കണക്കൂട്ടുകളിൽ നിങ്ങൾ നടത്തും. അപ്പോൾ ഇങ്ങനെ പല കഴിവുകൾ ഈ കോഴ്സ് പഠിക്കുന്നതോടുകൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. പല തൊഴിലിനും വേണ്ടത് ലോജിക്കൽ തിങ്കിങ് ഉള്ള ആളുകൾ, ചില ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ആളുകളെയാണ് പല ജോലിക്കും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ടെസ്റ്റുകൾ എഴുതുമ്പോൾ എൻജിനീയേഴ്സിൻ്റെ ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. BTech കഴിഞ്ഞ് MBA ഒരു നല്ല ഓപ്ഷനാണ്. ഇനി ഓൺട്രപ്രണർഷിപ്പ്,
നിങ്ങളുടേതായ വ്യവസായം, നിങ്ങളുടേതായ സ്ഥാപനം, സ്റ്റാർട്ടപ്പുകൾ, പുതിയ സംരംഭങ്ങൾ, ഇതൊക്കെ എൻജിനീയേഴ്സിന് സാധ്യമാണ്. ഇതൊക്കെ തുടങ്ങുന്നതിൽ നല്ലൊരു പങ്ക് എൻജിനീയേഴ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പല ഓപ്ഷൻസ് അവൈലബിൾ ആയതുകൊണ്ട് എൻജിനീയറിംഗ് ഡിഗ്രി ഒരു നല്ല അടിസ്ഥാന ഡിഗ്രി കോഴ്സായിട്ട് പരിഗണിക്കപ്പെടുന്നു. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. സാർ, ഞാനൊരു കുട്ടിയുടെ പേരന്റ് ആണ്. ഇപ്പോ സാർ അതിൽ കാണിച്ച ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. അതായത് +2 കഴിഞ്ഞിട്ട് പിന്നീട് ഈ ബയോടെക്നോളജിക്ക് വേണ്ടി പോകാൻ എന്തൊക്കെയാ ആ സ്ക്രീൻ ഒന്ന് കാണിക്കാമോ? അതെ, BSc ബയോടെക്നോളജി ഉണ്ട്. അത് കഴിഞ്ഞാൽ MSc ബയോടെക്നോളജിക്ക് പോകാം. അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ എടുക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് റിസർച്ച് സ്കോപ്പാണ്. നിങ്ങൾ കൂടുതൽ പഠിക്കാനും മുകളിലോട്ട് പഠിക്കാനും ജോലി കിട്ടാം. ചില അങ്ങനെയുള്ള കമ്പനികളുണ്ട്. ബയോടെക്നോളജിയിൽ ജോലി ലഭിക്കാൻ സാധിക്കും. ചില മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റി നൽകുവാണ്. നമുക്കറിയാം, ഫാർമസിയില് റിസർച്ച് ചെയ്ത് പുതിയ മെഡിസിൻസ് കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ട്. അങ്ങനെയുള്ളവരെ കൂടുതൽ പഠിക്കുവാനും റിസർച്ചിലേക്കും ഒക്കെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ നല്ല മേഖലയാണ് ബയോടെക്നോളജി പോലുള്ള മേഖല. അതിനുള്ള ഓപ്ഷൻസ്, അതിനുള്ള സ്ഥാപനങ്ങൾ, പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ അധികം ഇല്ലായിരിക്കാം. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഇതിനകത്ത് ജോലി ദാതാക്കൾ ജോലി തരുന്നത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. ഇപ്പൊ നോക്കി രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ അവിടെ റിസർച്ച് ചെയ്യാം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, വെളിയിൽ അവസരങ്ങളുണ്ട്. പല സ്ഥാപനങ്ങളിലെ ബിടെക്കും ബയോടെക്നോളജിയിലെ ബിടെക്കും ഡിഗ്രിയും PG കോഴ്സും ഓഫർ ചെയ്യുന്നുണ്ട്. ബയോടെക്നോളജിയെക്കുറിച്ച് ചോദിച്ചു. BSc MSc കോഴ്സുകൾ ബയോടെക്നോളജിയിൽ കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ഹെൽത്ത്, ഇമ്മ്യൂണോളജി, വൈറോളജി, അഗ്രികൾച്ചർ, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം ബയോടെക്നോളജിയുടെ സാധ്യത ഉപയോഗിക്കുന്നു. ജീവകോശങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുക, ഇതാണ് ബയോടെക്നോളജിയിൽ ചെയ്യുന്നത്. ഫുഡ്, ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽ, അഗ്രികൾച്ചർ തുടങ്ങിയ മേഖലയ്ക്കെല്ലാം ബയോടെക്നോളജിസ്റ്റിനെ ആവശ്യമുണ്ട്. അപ്പോൾ ബയോകെമിസ്റ്റ്, ബയോഫിസിസ്റ്റ്, മെഡിക്കൽ സയൻറ്റിസ്റ്റ് തുടങ്ങിയ മേഖലകളിൽ ജോലി സാധ്യതയുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഗവേഷണത്തിന് മികച്ച സാധ്യതകളാണുള്ളത്. അപ്രകാരം താല്പര്യപ്പെടുന്നവർക്ക് ഇത് നല്ല കോഴ്സാണ്. നിങ്ങൾക്ക് ഇഷ്ട വിഷയം പഠിക്കുവാനും ഇഷ്ടമേഖലയിൽ ജോലി ചെയ്യാനും സമൂഹത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളിയാകുവാനും അനേകർക്ക് സഹായം ചെയ്യുവാനും നിങ്ങളുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുവാനും സാധിക്കട്ടെ. നല്ല കോഴ്സിന് ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.